പുണ്ണില്ലാതെ തന്നെ ചൊറിയുന്ന ഒരാൾ കുഷ്ഠം പിടിച്ച ഒരുത്തനെ കെട്ടിപ്പിടിക്കണമായിരുന്നോ എന്നതാണ് പ്രശ്നം. സമയം കിട്ടുമ്പോൾ ആ മനോഹരമായ വിഷ്വൽസിന് താഴെ കയ്യടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും അഭിപ്രായം പറയുന്ന ഒരാളല്ല ഞാൻ. ചിലപ്പോൾ ചില ആളുകൾ തെറി വിളിച്ചേക്കാം. CPM-ൻ്റെയും BJP-ക്കാരൻ്റെയും നിരന്തരമായി തെറിവിളി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തെറി വിളിച്ചാലും ഒരു വിഷമുണ്ടാകുമെന്നല്ലാതെ തഴമ്പിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഇത് ഇപ്പോഴെങ്കിലും പറയണം. നേരത്തെ പറഞ്ഞാൽ പറയും മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, ലോബിയിങ് ആണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നൊട്ടോറിയസ് ക്രിമിനലുമായി ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്നത് തുറന്നു പറഞ്ഞാൽ അപഹാസ്യമായ പണിയായിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരു പൊട്ടിയിട്ട് ശാന്തിവിള ദിനേശൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ശാന്തിവിള ദിനേശനെ ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാമല്ലോ. ചുമ്മാ വഴിയെ പോകുന്നവരെല്ലാം കുറ്റം പറഞ്ഞ് നടക്കുന്ന ഇയാൾ ഒരു മനുഷ്യനെ പറ്റിയിട്ട് പോലും ഇന്ന് വരെ നല്ലത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാനിവിടെ ഒരു ക്ലിപ്പ് വെച്ച് തരാം. ശാന്തിവിള ദിനേശൻ രാഹുലിനെ പറ്റി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കണേ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന, രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന, രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും ഈ ശാന്തിവിളയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങാർക്ക് ഇത്ര കുരുപൊട്ടി കയറേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാൾ ഇപ്പം ദിലീപിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നത് ഇനിയും കേസ് കോടതിയിൽ കിടക്കുന്നതാണ്. അത് പരിപൂർണമായിട്ടില്ല. അപ്പം അത് ഇനിയും അതിൻ്റെ അപ്ഡേറ്റൊക്കെ കുറേ വരാനുണ്ട്. അപ്പം ദിലീപ് കുറ്റക്കാരനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ദിലീപിൻ്റെ ഈ ഒരു വിഷയം വന്ന സമയത്ത് ദിലീപിന് വേണ്ടി അന്ന് ഇയാൾ ചാനൽ ചർച്ചകളിൽ കയറി ഇരുന്നിട്ട് ദിലീപിന് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ്, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി പറയുന്നതിന് മുമ്പ് തന്നെ ഈ ശാന്തിവിള ദിനേശൻ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ഭയങ്കര സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് നിലപാടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അന്ന് മംഗളത്തിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശാന്തിവിള ദിനേശൻ്റെ ഒരു വാർത്ത വരെ വന്നിട്ടുണ്ടായിരുന്നു. ശാന്തിവിള ദിനേശനാണ് വീഡിയോ ക്ലിപ്പ് എഡിറ്റ് ചെയ്ത് വിട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വരെ വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗ്യലക്ഷ്മി ഈ ശാന്തിവിള ദിനേശനെ എതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട്. പോലീസ് പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ വരെ ഇട്ടിട്ടുണ്ട് ഈ സാധനത്തിന്. എന്നിട്ടാ ഇങ്ങാര് വന്നിട്ട് നാട്ടിലുള്ള ആളുകളെ മൊത്തവും ഇങ്ങാര് വലിയ അങ്ങ് നന്മവരം നല്ല പുള്ളയാണെന്നുള്ള രീതിയിലാണ് ഇയാൾ വന്നിരുന്നിട്ട് സംസാരിക്കുന്നത്. ഇയാൾ ഇന്ന് വരെ ഒരു മനുഷ്യനെ പറ്റിയിട്ട് നല്ല വാക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല വാക്ക് പറയുന്നത് കണ്ടിട്ടില്ല. ഇയാൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, കുറ്റം പറയാനാണ് ഇയാൾ തുറക്കുന്നത് തന്നെ. ഒരു വാരഫലം തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങി വെച്ചിട്ട് ഇന്നത്തെ വാരഫലം, നാളത്തെ വാരഫലം, അവരുടെ വാരഫലം, മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് ലോകത്തില്ലാത്ത അപരാധങ്ങൾ വിളിച്ച് പറയുകയാണ് ഇങ്ങാരെ ജോലി. അപ്പോൾ എന്തായാലും രാഹുലിനെതിരെ ഇങ്ങാര് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങാര് പറഞ്ഞത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇത് പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും തമ്മിൽ അവർ പരിപൂർണ സമ്മതത്തോടെ അവർ സ്നേഹബന്ധത്തിലിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങളാണ്. ഇങ്ങാർക്ക് എന്ത് തേങ്ങാക്കൊല അറിയാം? ഇങ്ങാര് വന്നിട്ടുണ്ടല്ലോ, രാഹുലിനെ ഒരു കൊടും ഭീകരവാദി അല്ലെങ്കിൽ കൊടും കുറ്റവാളി എന്നൊരു രീതിയിൽ അടച്ചങ്ങ് ആക്ഷേപിച്ചാണ് ഇങ്ങാര് സംസാരിക്കുന്നത്. എവിടെ വെച്ചുതരാം, നിങ്ങളത് കണ്ടു നോക്ക്. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറ. സലീംകുമാറിൻ്റെ മരണാനന്തര ചടങ്ങിൽ ദിലീപുമായിട്ട് നിൽക്കുന്നത് ആ ഒരു രംഗം വെച്ചിട്ടാണ് ഇങ്ങാര് സംസാരിക്കുന്നത്. ഇങ്ങാര് എന്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞ വല്ലതും കൂടിപ്പോവും. പിന്നെ അയാൾ ഇത് കണ്ടിട്ട് അയാൾ എനിക്ക് റിയാക്ട് ചെയ്യണം, തിരിച്ച് അങ്ങോട്ട് റിയാക്ട് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ അങ്ങാര് ഫേമസ് ആവണ്ട. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഈ ശാന്തിവിള ദിനേശൻ്റെ നട്ടാക്കുറുക്കാത്ത കുറച്ച് നുണകൾ, ഈ ഒരു ചാനലിനകത്ത് മൊത്തം നുണകളാട്ടോ. ഏതായാലും രാഹുലിനെ പറ്റിയിട്ട് പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഞാൻ സാജൻ സക്രിയയുടെ വീഡിയോ വെച്ച് തരാം. ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ച് മാധ്യമ ധർമ്മം പക്കയായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതും പറയുന്നതും ഓരോ വാർത്തകൾ സത്യസന്ധമായിട്ട് അറിയണമെങ്കിൽ സാജൻ സക്രിയയുടെ വീഡിയോ കണ്ടാൽ മതി. പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റായിട്ട് സത്യസന്ധമായിട്ട് പറയുന്നത്. ഞാൻ അതുകൊണ്ട് ആദ്യം ചെന്ന് പുള്ളിയുടെ വീഡിയോ നോക്കും, ഈ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന്. ഞാൻ അതും കൂടെ വെച്ച് തരാം. എന്നിട്ട് രാഹുലിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ ഞാൻ വെച്ച് തരാം. അപ്പം എന്തായാലും ശാന്തിവിള ദിനേശൻ പറയുന്നത് കേട്ട് നോക്കേ.
എന്നൊക്കെ എന്നെ പ്രശംസിക്കുകയും ചെയ്തു. പറവൂർ ടൗൺ ഹാളിൽ ദിലീപ് അവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ മനുഷ്യൻ അടുത്തു വന്ന് കുശലം പറഞ്ഞു. ഈ കുശലം പറയാൻ വന്ന വലിയ മനുഷ്യനോട്, ഈ വലിയ മനുഷ്യന്മാരോട് ചങ്ങാത്തം കൂടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കുശലം പറഞ്ഞോണ്ട് ദിലീപ് അവിടുന്ന് മാറിക്കളയണമായിരുന്നു. പക്ഷെ ദിലീപ് അയാളുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ നിന്നു. പെട്ടെന്ന് മഴ ചാറ്റലുണ്ടായപ്പോൾ ഭരണം മാറിയതുകൊണ്ടും മഴ ചാറ്റിയതുകൊണ്ടും ആയിരിക്കാം ഒരു പോലീസുകാരൻ ദിലീപിൻ്റെ അടുത്ത് വന്നു നിന്ന വലിയ മനുഷ്യനും കുട പിടിച്ചു കൊടുക്കുന്നത് കണ്ടു. മടങ്ങുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിലീപ് മടങ്ങി. അപ്പോഴും ഈ പോലീസുകാരൻ കുട പിടിച്ച് ആ വലിയ മനുഷ്യനെയും കൂടി ഒരു കാറിൽ തന്നെ കയറ്റി വിട്ടു. ദിലീപ് ആ വലിയ മനുഷ്യനെയും കൊണ്ട് പോകുന്നത് കണ്ടു. ആരാ ആ വലിയ മനുഷ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓരോരോ പെൺപിള്ളേരെ പ്രേമിക്കുകയും പ്രേമം ഉറപ്പിക്കാനായി ഗർഭിണിയാക്കുകയും ഗർഭിണിയായാൽ ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഗാന്ധിയനായ ഒരു അഹിംസാവാദി എന്ന് പറയാവില്ല, ഹിംസാവാദിയാണ് ഈ വലിയ മനുഷ്യൻ ദിലീപിൻ്റെ അടുത്ത് വന്ന് നിന്നവൻ. ഞാനെന്തായാലും ചേട്ടൻ്റെ ഗർഭം കൊണ്ടു കിടക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ 10 നിമിഷം വേണ്ട, നിന്നെ ഞാൻ കൊന്നുകളയോടി എന്ന് പറയുന്ന ഒരു റൗഡി. അതാണ് വലിയ മനുഷ്യൻ. 2 പെൺകുട്ടികളുള്ള അല്ലെങ്കിൽ 2 പെൺമക്കളുള്ള ദിലീപ്, നല്ലൊരു ശതമാനം മലയാളി, കോടതി വിധി നിരപരാധിയാക്കിയിട്ടു അംഗീകരിക്കാത്ത ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നൊട്ടോറിയസ് ക്രിമിനലുമായി ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്നത് തുറന്നു പറഞ്ഞാൽ അപഹാസ്യമായ പണിയായിപ്പോയി. ഞാനും കോൺഗ്രസ്, അയാളും കോൺഗ്രസ്. ഞങ്ങളൊരു കുടയിൽ പോലീസുകാരെ കൊണ്ടുപോയാൽ എന്താ, ഞങ്ങളൊരു കാറിൽ യാത്ര ചെയ്താൽ എന്താ എന്നൊക്കെയുള്ള വരട്ട് ന്യായങ്ങൾ പറയണ്ട, അങ്ങനെ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ദിലീപ് പുണ്ണില്ലാതെ തന്നെ ചൊറിയുന്ന ഒരാൾ കുഷ്ഠം പിടിച്ച ഒരുത്തനെ കെട്ടിപ്പിടിക്കണമായിരുന്നോ എന്നതാണ് പ്രശ്നം. സമയം കിട്ടുമ്പോൾ ആ മനോഹരമായ വിഷ്വൽസിന് താഴെ 100 കണക്കിന് മലയാളികൾ എഴുതി വിട്ടിരിക്കുന്നത് ഒരാവർത്തി വായിക്കുന്നത് ദിലീപിന് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. 3 വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഈ മഹാനെ പാർട്ടി താളത്തിൽ സ്വീകരിക്കുമായിരിക്കും എന്ന് കരുതി പരസ്യമായി ജനക്കൂട്ടത്തിന് നടുവിൽ പുണ്ണില്ലാതെ ചൊറിയുന്ന ദിലീപ് കൂട്ടണ്ടായിരുന്നു ആ മഹാനെ എന്ന് ഞാൻ പറയും. താനാരാ ഇതൊക്കെ പറയാനെന്ന് ചോദിക്കണ്ട, ഞാൻ ഇതൊക്കെ പറയും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി തുറന്ന് പറയാം. അതിജീവിതയെപ്പറ്റി പേര് വെളിപ്പെടുത്തും വിധം മംഗളം ചാനലിലെ മരിച്ചുപോയ വാർത്താ അവതാരകൻ SV പ്രദീപ് സംസാരിക്കുകയും ആ ചർച്ചയിൽ പങ്കെടുത്ത സജി നന്ദ്യാട്ട്, മംഗളത്തിൻ്റെ അന്നത്തെ എറണാകുളം ലേഖകനായിരുന്ന സുനിൽ, ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ തലവൻ റിയാസ്, പിന്നെ ഞാനും, അങ്ങനെ 5 പേർക്കെതിരെ അന്ന് ദിലീപിനെ തുലയ്ക്കാനിറങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഒരു സന്ധ്യ, അന്ന് ADGP ആയിരുന്നു, DGP ആയി പെൻഷനായ സന്ധ്യ, ഇതുപോലെ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് സത്യസന്ധമായി ജീവിച്ച വേറൊരു വനിത കേരളത്തിലില്ലല്ലോ. അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് വാർത്ത കണ്ടപ്പോൾ മംഗളം വാർത്തയാണ് വച്ചിരുന്നത്, നമ്മളെ സമയം മോശമായതുകൊണ്ട്. അപ്പോൾ ഒരു CA കൊണ്ട് കേസെടുപ്പിച്ചു. കേട്ടല്ലോ ഇങ്ങാര് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇങ്ങാരും റിനിയും സെയിം തന്നെ, കണക്ക് തന്നെ. ഇത് കുറച്ചെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ രാഹുലിൻ്റെ പേര് പറയാത്ത എന്താണ്? ആ വലിയ മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ നിങ്ങൾ എന്തായാലും അടിച്ചിറക്കി വിട്ടു, നിങ്ങൾ ഇത്രയൊക്കെ എന്തായാലും ദിലീപിൻ്റെയും രാഹുലിൻ്റെയും ഫോട്ടോ കാണിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പേര് പറയുന്നില്ല? അപ്പം നിങ്ങളും റിനിയും കണക്ക് തന്നെയാണ്, ഇന്ന് വരെ പേര് പറഞ്ഞിട്ടില്ല. നിങ്ങളും ചെയ്യുന്ന ഇപ്പം പേര് പറയാൻ നിങ്ങൾക്ക് പേടി, അത്ര തന്നെ. പേര് പറയാൻ ഇങ്ങാർക്ക് പേടി മാത്രമല്ല, ഇങ്ങാര് പറയുന്നതെല്ലാം പച്ച നുണ, നട്ടക്കുറുക്കാത്ത നുണയാണെന്നുള്ള തെളിവ് ഇയാളുടെ കമൻറ്റ് ബോക്സ് പോയി നോക്കിയാൽ മതി. കാരണം ഇങ്ങാരെ എല്ലാ വീഡിയോസിനകത്തും കമൻറ്റ് ബോക്സ് ഓഫാണ്. കാരണം ഇയാൾക്കറിയാം കമൻറ്റ് ബോക്സ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ പച്ച തേറിയായിരിക്കും വരുന്നതെന്ന് ഇയാൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇയാൾ വീഡിയോ ഇടുന്നത്. മൊത്തം നുണയാണ് അടിച്ചിറക്കുന്നത്, മൊത്തം നുണയാണ്. ഇയാൾ നല്ല ഒരു വ്യക്തിയെ പറ്റിയിട്ട് നല്ല കാര്യം പറയുന്ന വീഡിയോ, നമ്മളൊക്കെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയും. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്യും, മോശമാണെങ്കിൽ അത് മോശമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യും. പക്ഷേ ഇതുപോലെ ഒരു ഒരു ഒരു
ഒരു നാവെടുത്തു കഴിഞ്ഞാൽ നുണ മാത്രം വന്നിരുന്നിട്ട് വാരഫലം മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്ത് പോകുന്ന ഒരു ടീംസിനെ ഞാൻ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഇനി സാജൻ സക്കറിയുടെ വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റീസെൻ്റായിട്ട് പുള്ളി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്, അതും കൂടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, ഒറ്റ വിഷയത്തിലാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നിശബ്ദനായിരുന്നു. മന്ത്രിയോ ഒരുപക്ഷെ MLA ഒക്കെ ആകാൻ കഴിയുമായിരുന്ന കേരളത്തിൽ ഏറ്റവും ശക്തമായി അടുത്ത 5 വർഷം നിൽക്കേണ്ട നേതാവാണ് നിശബ്ദനായി കഴിയേണ്ടി വരുന്നത്. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ വീണ്ടും തൻ്റെ അതിശക്തമായ സോഷ്യൽ മീഡിയ ഇടപെടലുമായി രംഗത്ത് വന്നു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ട പോസ്റ്റിന് ഞൊടിയിടയിൽ ലക്ഷക്കണക്കിന് ലൈക്കും ആയിരക്കണക്കിന് കമൻറ്റുമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എങ്ങനെയെങ്കിലും ക്ലിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പിണറായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വജ്രായുധം മടക്കിക്കൂട്ടി പമ്പയാറ്റിലെറിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ. AIYF ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനോടനുബന്ധിച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അതിലാർക്കും ഒരു പുതുമയും തോന്നുന്നില്ല. കഴിഞ്ഞ 10 വർഷവും നിരവധി യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലടക്കം നിരപരാധികളായ പലരും പോലീസിന്റെ തല്ലേൽക്കുകയും കള്ളക്കേസിൽ ജയിലിൽ കിടക്കുകയും അനേകം തവണ ജലപീരങ്കിക്ക് ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ 10 വർഷം സമരം ചെയ്തിട്ടില്ലാത്ത ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് ഒരു തല്ല് കിട്ടുമ്പോഴും ഒരു ജലപീരങ്കി വീഴുമ്പോഴും ആകപ്പാടെ ഒരു വെപ്രാളമാണ്. ആ വെപ്രാളം അവരുടെ മനോവീര്യം കെടുത്തുകയും സമരത്തിൽ നിന്ന് പിന്മാറാൻ സാഹചര്യമൊരുക്കും എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം കൂടി രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ജലപീരങ്കി പ്രയോഗത്തിലെ വെള്ളം റോഡിൽ നിന്ന് കോരിയെടുത്ത് മലിനജലം പ്രയോഗിച്ച് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ നേരെ നിയമസഭയിലേക്ക് എത്തുന്നത്. കുപ്പിയിൽ വെള്ളം പൊക്കി പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ആളാവാൻ ശ്രമിച്ചു. ഓക്കെ, കേട്ടല്ലോ. സാജൻ സക്കറിയ പറഞ്ഞ പോലെ ഇന്ന് രാഹുൽ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മന്ത്രിയോ MLA ഒരു മന്ത്രി ആവേണ്ട ഒരു വ്യക്തിയായിരുന്നു. നിയമസഭയിൽ ഇന്ന് തീപ്പരി പാറിപ്പിക്കുന്ന പ്രകടനങ്ങളുമായിട്ട് ഇരിക്കേണ്ട ഒരു മന്ത്രിയാവേണ്ട മുതൽ തന്നെ ആയിരുന്നു. പക്ഷേ പുള്ളിയെ രാഷ്ട്രീയപരമായിട്ട് പുള്ളിയെ ഒതുക്കിക്കളഞ്ഞു. പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നടന്നിട്ടുള്ള വിഷയങ്ങൾ കൊണ്ട് അത് രാഷ്ട്രീയമായിട്ട് എടുത്തു, അത് പുള്ളിക്കെതിരെ പ്രയോഗിച്ചു. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. പിന്നെ കോടതി വിധിയൊക്കെ സുപ്രീം കോടതി എന്നുള്ള വിധിയൊക്കെ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതി എന്നുള്ള കണ്ടതാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടവും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ സുപ്രീം കോടതി എന്നുള്ള വിധിയിൽ പറയുന്ന കാര്യം എന്താണ്, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള കാര്യങ്ങൾ വെച്ചാൽ അവർ സ്നേഹബന്ധത്തിലിരിക്കുന്ന സമയത്ത് അവർ ചിലപ്പം പല കാര്യങ്ങളും ചെയ്തേക്കാം. അതിനുശേഷം അവർ തെറ്റിപ്പിരിയുന്ന സമയത്ത് ഒരാളുടെ മേലിലോട്ട് കുറ്റം അല്ലെങ്കിൽ അയാൾ തന്നെ അത് ചെയ്തു ഇത് ചെയ്തു ബലാത്കാരമായിട്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പലവട്ടം അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അത് ഒരു കാരണവശാൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് കുറ്റകരമല്ല എന്ന് കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റീസെൻ്റായിട്ടും രാഹുലിൻ്റെ വിഷയമൊക്കെ കഴിഞ്ഞിട്ടും സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു വിധി ഞാൻ കണ്ടായിരുന്നു ന്യൂസിനകത്ത്. ഓക്കെ, അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ വെച്ച് തരാം. പുള്ളി തന്നെ പറയുന്നുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് വ്യക്തിപരമായിട്ടുള്ള ലൈഫിനകത്ത് നടന്നൊരു സംഭവം ചെയ്യാത്ത കുറ്റത്തിന്. അപ്പം പുള്ളി സമ്മതപ്രകാരമല്ല ചെയ്തെങ്കിൽ ഇതുപോലെ ബലാത്കാരമായിട്ട് പിടിച്ചു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള മെസ്സേജ് എന്ന് വെച്ചാൽ സമ്മതപ്രകാരമല്ലാതെ അയക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് കുറ്റം പറയാം. പക്ഷേ ഇത് സമ്മതപ്രകാരം നടന്നിട്ടുള്ള ഈ ഒരു കാര്യത്തിന് നമ്മളെങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഓക്കെ, എന്തായാലും രാഹുൽ പറയുന്നതും കൂടെ കേട്ടു നോക്കെ. കുറ്റകരമല്ല, പുള്ളി അറിഞ്ഞുകൊണ്ടൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്നാണ് പുള്ളിയും പറയുന്നത്. എന്നാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്ക്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇനിയും പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരു പോപ്പുലർ ഒപ്പീനിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അങ്ങനെ കയ്യടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും അഭിപ്രായം പറയുന്ന ഒരാളല്ല ഞാൻ. ചിലപ്പോൾ ചില ആളുകൾ തെറി വിളിച്ചേക്കാം. CPMൻ്റെയും BJPക്കാരൻ്റെയും നിരന്തരമായി തെറിവിളി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തെറി വിളിച്ചാലും ഒരു വിഷമുണ്ടാകുമെന്നല്ലാതെ തഴമ്പിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല ഇത് ഇപ്പോഴെങ്കിലും പറയണം. നേരത്തെ പറഞ്ഞാൽ പറയും മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, ലോബിയിങ് ആണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രീതി പറ്റാനാണെന്ന്. ഇന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല ഇത് പറയാൻ ഏറ്റവും യോഗ്യം ഞാനാണ്. കഴിഞ്ഞ 10. ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ ശാന്തിവിള ദിനേശിനെ പറ്റിയിട്ട് ഈ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ശാന്തിവിള ദിനേശൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാൻ വരാം.